നിലവിലുള്ള ഇടതെന്നോ വലതെന്നോ ഒക്കെ വിളിക്കാവുന്ന ഇടത് വലത് എന്നൊക്കെ പറയും. ഇതിനകത്തൊന്നും മനുഷ്യബന്ധങ്ങൾ വളരെ ശുഷ്കമാണ്. മനുഷ്യബന്ധങ്ങൾ ദർ ഇസ് നോ സിൻസിയറിറ്റി അറ്റ് ഓൾ, ദർ ഇസ് നോ ഓണസ്റ്റി അറ്റ് ഓൾ, ദർ ഇസ് നോ ലവ് ഓർ ഫ്രണ്ട്ഷിപ്പ്. പകരം എന്താണ്? താല്പര്യങ്ങൾ. എൻ്റെ താല്പര്യം എനിക്ക് ആ പദവിയിലെത്താൻ നീ സഹായിക്കുമെങ്കിൽ നമ്മൾ കൂട്ടാളികൾ. അതുപോലെ പരസ്പരം പാരവയ്ക്കൽ. വർഗശത്രു എവിടെയാണെന്ന് ചോദിച്ചാൽ പാർട്ടിക്കകത്താണ്. ഇതാണ് പല പാർട്ടികളുടെ അവസ്ഥ. ഏറ്റവും വലിയ ശത്രു അവൻ്റെ പാർട്ടിക്കകത്താണ്, അവൻ്റെ പ്രസ്ഥാനത്തിനകത്താണ്, അവൻ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്കകത്താണ് അവൻ്റെ ഏറ്റവും വലിയ ശത്രു പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മളീ പറയുന്നത് ജനാധിപത്യ കേന്ദ്രീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ ശരിയായ പ്രയോഗമല്ല ഈ സംഘടനകൾക്കകത്ത് നടന്നത്. പകരം എന്താണ്? മുകളിൽ നിന്ന് താഴേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന തീരുമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പദവികളാണ് എല്ലാം തീരുമാനിക്കുന്നത്. സമാനമായ ഒരു സമഗ്രാധിപത്യ വ്യവസ്ഥയ്ക്കെതിരെ, ഒരു ഫാഷിസത്തിനെതിരെ നിലപാടെടുക്കാൻ ചെറുപ്പകാലത്ത് കഴിഞ്ഞവരാണ് ഇവരെല്ലാം. പക്ഷേ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതുപോലെ ഈ ഒരു ടൊട്ടാലിറ്റേറിയനിസത്തിലേക്ക് പോകാതെ കൂടുതൽ ഒരു സോഷ്യൽ ഡെമോക്രസിയുടെ സാധ്യതകൾ ആരായാൻ, ജനാധിപത്യത്തെ കൂടുതൽ സമഗ്രമാക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് പ്രാക്ടീസ് എങ്ങനെ വികസിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് ലോകത്ത് പലയിടത്തും നടക്കുന്നത്. അത് നമ്മളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഒക്കെ തലമുറ ഈ അച്ചടി മാധ്യമങ്ങൾ, നമ്മൾ കൂടുതൽ പുസ്തകങ്ങൾ, അങ്ങനെ പുസ്തക രൂപത്തിൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക, വാരികകൾ വായിക്കുക, പേപ്പറുകൾ നോക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമാണ്. പക്ഷേ പുതിയ തലമുറയുടെ ഒരു പ്രത്യേകത, അവർ ഈ പുതിയ കാലത്തിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആശയങ്ങൾ സ്വാംശീകരിക്കുന്നവരാണ്. ഇപ്പം ഞാനും എൻ്റെ മകനും തമ്മിലുള്ള വ്യത്യാസം, എൻ്റെ മകൻ അധികം പുസ്തകങ്ങളും വായി, പക്ഷേ ഞാൻ നോക്കുമ്പോൾ പല ടെക് ടോക്കുകൾ, വളരെ ഗഹനമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ടോക്കുകൾ ശ്രദ്ധിക്കുക, അതിനെ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ എന്നേക്കാളും കുറച്ചുകൂടി ഡെമോക്രാറ്റിക്കും കുറച്ചുകൂടി മര്യാദയും മനുഷ്യരോട് നന്നായി പെരുമാറാനൊക്കെ കഴിയുന്നത് എൻ്റെ മോനാണെന്നാണ് എനിക്കെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ മക്കളായി കാണുന്ന അടുത്ത ജനറേഷനാണ്. അവർ ഐ തിങ്ക് ദാറ്റ് ദേ ആർ മോർ അഡ്വാൻസ്ഡ് ദാൻ അവർ ജനറേഷൻ, അല്ലേ? നമ്മളുടെ തലമുറയേക്കാളും കുറച്ചുകൂടി ജനാധിപത്യം അവർ സ്വാംശീകരിച്ചിട്ടുണ്ട്. അവർ പരസ്പരം നല്ല സൗഹൃദങ്ങൾ, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും നടത്തി എത്തിച്ചേർന്നൊരു നിഗമനം, നിലവിലുള്ള ഇടതെന്നോ വലതെന്നോ ഒക്കെ വിളിക്കാവുന്ന ഇടത് വലത് എന്നൊക്കെ പറയും. ഇതിനകത്തൊന്നും മനുഷ്യബന്ധങ്ങൾ വളരെ ശുഷ്കമാണ്. മനുഷ്യബന്ധങ്ങൾ ദർ ഇസ് നോ സിൻസിയറിറ്റി അറ്റ് ഓൾ, ദർ ഇസ് നോ ഓണസ്റ്റി അറ്റ് ഓൾ, ദർ ഇസ് നോ ലവ് ഓർ ഫ്രണ്ട്ഷിപ്പ്. പകരം എന്താണ്? താല്പര്യങ്ങൾ. എൻ്റെ താല്പര്യം എനിക്ക് ആ പദവിയിലെത്താൻ നീ സഹായിക്കുമെങ്കിൽ നമ്മൾ കൂട്ടാളികൾ. അതുപോലെ പരസ്പരം പാരവയ്ക്കൽ. വർഗശത്രു എവിടെയാണെന്ന് ചോദിച്ചാൽ പാർട്ടിക്കകത്താണ്. ഇതാണ് പല പാർട്ടികളുടെ അവസ്ഥ. ഏറ്റവും വലിയ ശത്രു അവൻ്റെ പാർട്ടിക്കകത്താണ്, അവൻ്റെ പ്രസ്ഥാനത്തിനകത്താണ്, അവൻ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്കകത്താണ് അവൻ്റെ ഏറ്റവും വലിയ ശത്രു പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പുതിയ ജനറേഷൻ. നമ്മളിപ്പം ജന്തർ മന്ദറിലും ഇപ്പോൾ ഈ കേരളത്തിൽ ആണെങ്കിൽ മാനവീയം വീതി ഉൾപ്പെടെ, അതുപോലെ എറണാകുളത്തൊക്കെ നടന്ന ഈ യുവത്വത്തിൻ്റെ വിദ്യാർത്ഥികളുടെയൊക്കെ കൂട്ടായ്മകളുടെ പ്രത്യേകത, അവർ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ്. അവർ വീട്ടിൽ നിന്ന് തന്നെ പോസ്റ്ററുകൾ എഴുതി കൊണ്ടുവരുന്നു. അവർ തന്നെ അങ്ങോട്ട് ഒരു കേന്ദ്രസ്ഥാനത്ത് പ്രഭാഷണം നടക്കുന്നതിന് സമാന്തരമായി അവരവരുടേതായ പെർഫോമൻസുകൾ നടത്തുന്നു. അത് വികേന്ദ്രീകൃതമാണ്. അതിനകത്തൊരു സിൻസിയറിറ്റി ഉണ്ട്, പരസ്പരം സൗഹൃദമുണ്ട്, ഊഷ്മളമായ ബന്ധങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതാകുമ്പോൾ നിങ്ങളിനി എന്തൊക്കെ പുരോഗമനം പറഞ്ഞിട്ടും നിങ്ങളുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലും നിങ്ങളുണ്ടാക്കുന്ന സാംസ്കാരിക സംഘടനയിലും യാതൊരു സൗഹൃദമോ സ്നേഹത്തിനോ ഒന്നും ഇടമില്ലെങ്കിൽ ഇറ്റ്സ് റോട്ടൺ ഓൾറെഡി. അത് ഔട്ട്ഡേറ്റഡാണ്, അത് ജീർണിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് എത്ര പുരോഗമനപരമായ പുതിയ പ്രത്യയശാസ്ത്രം പറയുകയൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇൻ പ്രാക്ടീസ് അത് തീർന്നു. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും അകന്ന് പോകാനായിട്ട് ഈ പുതിയ തലമുറ തയ്യാറാകുന്നു. ഞാൻ രാജീവ് സാറിനെ വർഷങ്ങളായി പിന്തുടരുന്ന, വളരെ ഗൗരവമായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം വരെ കൃത്യമായി വായിക്കുന്ന ഒരാളാണ്. ചില കാര്യങ്ങളിൽ അദ്ദേഹത്തോട് വിയോജിപ്പുകളുമുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ സോക്കോൾഡ് ലെഫ്റ്റ്, നമ്മൾ ഈ ലെഫ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പാർട്ടികളൊക്കെ ബി രാജീവൻ എന്ന ചിന്തകനെ വായിക്കാനോ അദ്ദേഹത്തുമായി ഒരു സംവാദത്തിൽ ഏർപ്പെടാനോ തയ്യാറായിരുന്നെങ്കിൽ അവരൊക്കെ ഈ പുതിയ കാലത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഈ പ്രക്ഷോഭണങ്ങളിൽ, ജനകീയമായ പുതിയ പ്രക്ഷോഭണങ്ങളിൽ തങ്ങൾ പിന്തള്ളപ്പെടുകയാണ്. അങ്ങോട്ട് തങ്ങൾക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല.
ഈ പ്രക്ഷോഭണങ്ങൾ എന്തുകൊണ്ട് ഉയർന്നു വരുന്നു? അതിന് എന്തുകൊണ്ടാണ് വ്യവസ്ഥാപിത നേതൃത്വം തങ്ങളുടെ നേതൃത്വത്തിലല്ലാതെ പുതിയ പ്രക്ഷോഭണങ്ങൾ ഉയർന്നു വരുന്നത്, സമരങ്ങൾ ഉയർന്നു വരുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ലെഫ്റ്റൊക്കെ അണച്ചു നിൽക്കുന്ന, കിതച്ചു പോകുന്ന അവസ്ഥ വന്നത് ഈ പുതിയ കാലത്തിൻ്റെ ചിന്തകൾ സ്വാംശീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. തങ്ങളുടെയൊക്കെ ഈ ലെനിനിസ്റ്റ് പാർട്ടി ചട്ടക്കൂടുകളിൽ അതിൻ്റെ പിരമിഡ് ഷേപ്പിൽ അധികാരം എപ്പോഴും കേന്ദ്രീകരിക്കുന്നത് ഒരു വ്യക്തിയിലേക്കോ ഒന്നോ രണ്ടോ വ്യക്തികൾ, എന്നിട്ട് അത്തരം ചെറിയ വിഭാഗം ഭൂരിപക്ഷത്തിന് മേലെപ്പോഴും അടിച്ചേൽപ്പിക്കുക തീരുമാനങ്ങൾ. നമ്മളീ പറയുന്നത് ജനാധിപത്യ കേന്ദ്രീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ ശരിയായ പ്രയോഗമല്ല ഈ സംഘടനകൾക്കകത്ത് നടന്നത്. പകരം എന്താണ്, മുകളിൽ നിന്ന് താഴേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന തീരുമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പദവികളാണ് എല്ലാം തീരുമാനിക്കുന്നത്. പദവികൾ കയറി കയറി ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കും, അത്രേ ഉള്ളൂ. നമ്മൾ ഒരു വശത്ത് ഹിറ്റ്ലർ ഉണ്ടായിരുന്നപ്പോൾ ഇപ്പുറത്ത് സ്റ്റാലിൻ ഉണ്ടായിരുന്നു. ഈ രണ്ടും അധികാര ഘടന ഒന്നായിരുന്നു. അപ്പോൾ ഇതേപോലുള്ള രാജീവൻ സാറിന് ഇത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഈ ഡെല്യൂസിനെയോ അല്ലെങ്കിൽ മൈക്കൽ ഹാർട്ടിനെയും ആൻ്റോണിയോ നെഗ്രിയെയൊക്കെ വായിക്കുന്നത് വെറും യാന്ത്രികമായിട്ടല്ല അദ്ദേഹം വായിച്ചത്. അദ്ദേഹം സമാനമായി തന്നെ ഗാന്ധിജിയെയും അംബേദ്കറിനെയും ഗൗരവത്തോടുകൂടി വായിച്ചു. എന്നിട്ട് അദ്ദേഹം മുൻകൂട്ടി തന്നെ പറഞ്ഞു, ഇന്ത്യയുടെ വിമോചന പദ്ധതി എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സാമ്പത്തികവും സാമൂഹികവുമായ മുന്നേറ്റം, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഗാന്ധിജി, അംബേദ്കർ, മാർക്സ് അവരുടെ എല്ലാം ആശയങ്ങളുടെ ഒരു സമുച്ചയം ആണ് നമുക്ക് വേണ്ടതെന്ന്. അത് പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ, സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റങ്ങൾ, ആശയവിനിമയ വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ, അതുൾപ്പെടെ സ്വാംശീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത്. നിങ്ങൾക്ക് ചിലയിടത്ത് നിങ്ങൾക്ക് വിയോജിക്കാൻ, ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്നൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വി രാജീവൻ പ്രഡിക്റ്റ് ചെയ്ത രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചത്. അല്ലാതെ ഒരു വ്യവസ്ഥാപിതമായ ഇടതുപക്ഷ നേതാക്കൾക്കോ ആ പ്രസ്ഥാനങ്ങൾക്കോ പ്രവചിക്കാൻ കഴിയാത്ത വിധം ഈ ജന്തർ മന്ദറിൽ നമ്മളിപ്പോൾ പാർട്ടി പാർട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ്, അവർക്ക് സംശയമില്ല. അതിൽ നമ്മൾ അവരുടെ തന്നെ നേതൃത്വത്തിലാണ്. ആ നേതൃത്വത്തിൻ്റെ സവിശേഷതകൾ മുൻകൂട്ടി പറയാനും എഴുതി വെക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ബി രാജീവൻ്റെ പ്രത്യേകത. അത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ, കാരണം ഈ ഇടതുപക്ഷ സംഘടനകൾ ഒട്ടും സംവാദാത്മകമല്ല. ദേ ആർ നോട്ട് ഡയലോജിക്കറ്റ്. ഞാനും അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഐ ആം റെഡി ടു ടോക്ക് ടു ബി രാജീവൻ്റെ ഇൻ്റലക്ച്വൽ ഓണസ്റ്റി. അത് ഇപ്പം കെ വേണുവിൻ്റെ കാര്യം പറയും, കെ വേണുവിനോട് നിങ്ങൾക്ക് വിയോജിക്കാം, പക്ഷേ ഇൻ പ്രാക്ടീസ് അയാളുടെ ജീവിതം കൊണ്ടും അയാളുടെ ആശയലോകത്തിലും അയാൾ പുലർത്തുന്ന സത്യസന്ധത ഇടതുപക്ഷത്തിലെ ഒരാൾക്കും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെൽഫ് ക്രിട്ടിക്കലായിട്ട് കൂടി പറയുകയാണത്. ബി രാജീവൻ അതേപോലെ തന്നെയാണ്. അടിയന്തരാവസ്ഥയിലൊക്കെ പീഡനം അനുഭവിച്ച് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ പീഡനം, ഇപ്പം പിണറായിയും വി എസും അനുഭവിച്ച മർദ്ദനത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതേപോലെ തന്നെ സമാനമായ ഒരു സമഗ്രാധിപത്യ വ്യവസ്ഥയ്ക്കെതിരെ, ഒരു ഫാഷിസത്തിനെതിരെ നിലപാടെടുക്കാൻ ചെറുപ്പകാലത്ത് കഴിഞ്ഞവരാണ് ഇവരെല്ലാം. പക്ഷേ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതുപോലെ ഈ ഒരു ടൊട്ടാലിറ്റേറിയനിസത്തിലേക്ക് പോകാതെ കൂടുതൽ ഒരു സോഷ്യൽ ഡെമോക്രസിയുടെ സാധ്യതകൾ ആരായാൻ, ജനാധിപത്യത്തെ കൂടുതൽ സമഗ്രമാക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് പ്രാക്ടീസ് എങ്ങനെ വികസിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് ലോകത്ത് പലയിടത്തും നടക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞ പോലെ മുതലാളിത്തത്തിൻ്റെ ഡീഗ്രോത്ത് കമ്മ്യൂണിസം ഉണ്ട്, ടെക്നോ കമ്മ്യൂണിസം ഉണ്ട്. ഇപ്പോൾ ടെക്നോളജി കൊണ്ട് കമ്മ്യൂണിസം ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന മാർക്സിസ്റ്റ് ചിന്തകരുണ്ട്. അതുപോലെ മുതലാളിത്തത്തിൻ്റെ ഈ തീവ്രമായ വികസന വേഗത, ആ വേഗതയെ കുറച്ചൊന്ന് സ്ലോ ചെയ്യിക്കണം, ഡീഗ്രോത്ത് ആക്കണം എന്ന് വിചാരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ലോകത്തെമ്പാടും തൊഴിലാളികളും കർഷകരും ബഹുജനങ്ങളുടെ നേതൃത്വത്തിൽ സമാന്തരമായിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ടാവണം എന്നാഗ്രഹിക്കും. നമ്മളിപ്പം ഊരാളുങ്കലിനെ കുറിച്ച് നമ്മൾ പറയും. ഊരാളുങ്കൽ വളരെ നല്ലൊരു ഉദാഹരണമാണ്. കാരണം അത് ഭരിക്കുന്നവരാരും ആവട്ടെ, അവർ UDF വന്നാലും LDF വന്നാലും ഊരാളുങ്കലിനെ ഏൽപ്പിക്കുന്നുണ്ട് പലതും, അവർ കൃത്യമായത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ബാഴ്സലോണയിലും ഈ ടോക്കിയോയിലുമൊക്കെ തൊഴിലാളികളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു നഗരത്തിലെ തന്നെ ജലവിതരണം, വൈദ്യുതി വിതരണമൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ ലാഭമെല്ലാം ജനങ്ങളിലേക്ക് അവർ എത്തിക്കുന്നുണ്ട്, തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഈ ഒരു സോഷ്യലിസ്റ്റ് പ്രയോഗത്തിൻ്റെ ഒരുപാട് സാധ്യത ഇന്ത്യയിലെ, നമ്മൾ അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീയിൽ വാക്കിംഗ് വിത്ത് കോംറേഡ്സ് എന്ന് പറയുന്ന അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ അവർ ഭരണകൂടത്തോട് സായുധമായിട്ട് ഏറ്റുമുട്ടും. പക്ഷേ അവർ സമാന്തരമായ ചില
ഭരണ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിരുന്നു. വിദ്യാഭ്യാസത്തിൽ, കൃഷിയിൽ, അതിൽ ലിംഗസമത്വം ഉൾപ്പെടെ അവർ പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നുള്ള അത് അരുന്ധതി റോയ് അവരോടൊപ്പം ആഴ്ചകളോളം താമസിച്ച് അവരുടെ പ്രയോഗം, ഈ പ്രയോഗം എന്ന് പറയാൻ തോക്കുകൊണ്ട് പട്ടാളത്തോടും പോലീസിനോടും ഏറ്റുമുട്ടൽ മാത്രമല്ല, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, നിങ്ങൾ എന്ത് കൃഷി ചെയ്യുന്നു, ഏത് രീതിയിലാണ് കൃഷി ചെയ്യുന്നത്, അവിടെ ആരൊക്കെയാണ്, എങ്ങനെയാണ് അധ്വാനം വിനിയോഗിക്കപ്പെടുന്നത്, അതിൽ നിന്നുണ്ടാകുന്ന സമ്പത്ത്, വെൽത്ത് നിങ്ങൾ എങ്ങനെ വിതരണം ചെയ്യുന്നു. വെൽത്ത് വിതരണം ചെയ്യൽ മാത്രമല്ലല്ലോ, വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് എങ്ങനെയാണ് ഒരു സോഷ്യലിസ്റ്റ് പ്രാക്ടീസ് സാധ്യമാകുന്നത്, വെൽത്ത് ക്രിയേഷൻ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ലെഫ്റ്റിനൊക്കെ പഠിക്കാനുള്ള പാഠങ്ങൾ ഈ നക്സലൈറ്റുകളിൽ നിന്നുമുണ്ട്. ഇതൊക്കെ പുറത്തു വന്നത് ഈ അരുന്ധതി റോയിയെ പോലുള്ളൊരു ജേർണലിസ്റ്റ്, കമ്മിറ്റഡായ ഒരു ജേർണലിസ്റ്റ് അത്രയും നാൾ അവരുടെ കൂടെ പോയി റിസ്ക് എടുത്ത് താമസിച്ച് അവരെ പഠിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ബി രാജീവനെ പോലുള്ള ആളുകളുടെ ഇൻ്റലക്ച്വൽ ഓണസ്റ്റി, പിന്നെ അവരുടെ ഈ ഒരിക്കലും സ്റ്റോപ്പിടാത്ത അന്വേഷണത്തര, ലോകത്തുണ്ടാകുന്ന എല്ലാ പുതിയ ചിന്തകളോടും സംവദിച്ചുകൊണ്ട് ദെലീവ്സിനെയും മാർസിനെയും നെഗ്രിയെയും മൈക്കൽ ഹാർദിനെയൊക്കെ യോജിപ്പിച്ചെടുക്കുന്നു, ഇപ്പോൾ സ്പിനോസയെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, ഇന്ത്യൻ അവസ്ഥയിലേക്ക് അതിനെ തൻ്റെ ഇവരെയൊക്കെ സ്വാംശീകരിച്ചിട്ട് സ്വയം ഒരു ആശയ സമുച്ചയത്തിനാണ് ബി രാജീവൻ രൂപം നൽകുന്നത്. ആ ആശയ സമുച്ചയം ഇറ്റ് ഈസ് പൊളിറ്റിക്കലി ലെഫ്റ്റാണ്. ലെഫ്റ്റിനെ എൻറിച്ച് ചെയ്യാവുന്ന ആശയങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അത് പക്ഷേ സോ കോൾഡ് ലെഫ്റ്റ് ഈസ് നോട്ട് റെഡി ടു ഹാവ് എ ഡയലോഗ് വിത്ത് ഹിം. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റുകളോട് നിങ്ങൾ വായിക്കുകയും അതിനോട് നിങ്ങൾക്ക് സംവാദാത്മകമായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യാം. അത് ചെയ്തിരുന്നെങ്കിൽ അത് ലെഫ്റ്റിന് തന്നെ ബെനിഫിഷ്യൽ ആകുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൊത്തം ജനാധിപത്യ പാർട്ടികൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ രാജീവനിൽ നിന്ന് പഠിക്കാനുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനവും എൻ്റെ പക്ഷവും.